രാവിലെ എനിക്ക് എൻ്റെ അമ്മ സ്നേഹത്തോട് തന്നൊരു പണിയാണ് കേട്ടോ. മക്കൾ ഇന്നത്തേക്ക് കഞ്ഞി വെച്ചേക്ക്, ഞാനിതാ പോയിട്ട് വരാമെന്ന് ഉറങ്ങിപ്പോയതാ. പിന്നെ ഇടവേളകൾ ആനന്ദകരമാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളെ വീട്ടിൽ ടിൻഡൂസ് ഉണ്ട് കേട്ടോ, അതാണ് ഇവൻ്റെ പേര്. അങ്ങനെ ഇവനെ ഞാൻ ഡെയിലി ഒരു തവണ കാണാൻ വേണ്ടി വരും. കൂടുതൽ തവണ വന്നാൽ എനിക്ക് ഇവൻ്റെ അടുത്ത് സ്നേഹം കൂടും. അപ്പോഴേക്കും ദൈവം ഇവനെയും കൂടെ വിളിക്കും എന്ന് എൻ്റെ ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നീ ടിൻഡുവിൻ്റെ അടുത്ത് കുറച്ച് സ്നേഹം കാണിച്ചാൽ മതി. അങ്ങനെ ഞാൻ സ്നേഹം കാണിച്ച് അവനെ കുറച്ച് ബുദ്ധിമുട്ടിക്കും. എനിക്കൊരാശ്വാസം, അവനൊരാശ്വാസം. എൻ്റെ അമ്മ ഒരു ലോകം അറിയപ്പെടാത്ത ഒരു കലാകാരിയാണ് കേട്ടോ. അമ്മയിലെ ആ കലാകാരി ഉണരണമെങ്കിൽ ഞങ്ങളെ വീട്ടിലെ TV ഇട്ട് കൊടുക്കണം. അപ്പോഴേക്കും അമ്മയുടെ കലാകാരി അങ്ങ് ഉണരും. പാട്ട് പാടും, ഡാൻസ് കളിക്കും, എന്തിനേറെ അവരെ കൂടെ അഭിനയിക്കുക വരെ ചെയ്യും. ഇതൊക്കെ TV ഇട്ടിരിക്കുന്നവർ മാത്രമേ ഉള്ളൂ കേട്ടോ. ഒരു ദിവസം നമുക്ക് എന്ത് അറിവ് വേണമെങ്കിലും പകർന്നെടുക്കാം. അങ്ങനെ ആരോ എവിടെയോ എന്തോ പറഞ്ഞിട്ടുള്ളതാണ് കേട്ടോ. എനിക്ക് ആരാണ് പറഞ്ഞതെന്നൊന്നും അറിഞ്ഞൂടാ. അതിപ്പോൾ ഇവിടുത്തെ വിഷയമല്ല. ഇന്ന് നമ്മൾ CapCut എങ്ങനെ വീഡിയോ എഡിറ്റ് ചെയ്യാമെന്ന് പഠിക്കുന്നതാണ്. ആദ്യം യൂട്യൂബിൽ പോയി വീഡിയോ കണ്ടു. ഒരു 15 വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടാവും. എന്നിട്ട് നേരെ ലാപ്പ് ഓൺ ചെയ്തപ്പം എല്ലാം കിളി പോയി ഗൈസ്. ഒന്നും മനസ്സിലാവുന്നില്ല. ഒരു വരവ് കൂടെ വരേണ്ടി വരും. നമ്മളെ സ്നേഹിച്ചാലേ നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്നത് വളരെ ശരിയാണ്. കാരണം എന്ന് വെച്ചാൽ ഞാൻ എന്നെ സ്നേഹിക്കാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് പലരോടും ക്ഷമിക്കാനും പൊറുക്കാനും ഒക്കെ കഴിഞ്ഞിട്ടുള്ളത്. അതിന് ഞാൻ ആദ്യം ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നത് എൻ്റെ തലമുടിയാണ് കേട്ടോ. കാരണം നമുക്ക് പോയാൽ പിന്നെ തിരിച്ചു വരാത്ത ഒരു സാധനമാണ് തലമുടി. അത് നമുക്ക് അത്രയും കെയർ ഓടെ കൊണ്ടുപോയാൽ മാത്രമേ തലമുടി നമുക്ക് കിട്ടത്തുള്ളൂ. പിന്നീട് പോയിട്ടിരുന്ന് കരങ്ങിയിട്ട് കാര്യമില്ല. അത്യാവശ്യം എനിക്ക് നല്ല മുടി കൊഴിച്ചിലുണ്ടായിരുന്നു. ആ ഒരു സമയത്താണ് ഞാൻ മുടിയൊക്കെ കട്ട് ചെയ്തിട്ട് നല്ലൊരു കെയർ ചെയ്യാൻ തുടങ്ങിയത്. അപ്പം നന്നായിട്ട് വരാൻ തുടങ്ങി. ഇപ്പോൾ എനിക്ക് നല്ല ചെറിയ ചെറിയ മുടികളൊക്കെ വരാൻ തുടങ്ങിയുണ്ട്. ഇവിടെയൊക്കെ നല്ല എനിക്ക് ഉള്ളു കുറവായിരുന്നു. ഇപ്പോൾ അത്യാവശ്യം ഉള്ളൊക്കെ വരാൻ തുടങ്ങി. അതിൻ്റെ ഒരു പട്ടി ഷോയാണ് കേട്ടോ ഞാൻ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോരുത്തർക്കും ചെയ്യാൻ ഇഷ്ടമില്ലാത്ത ഓരോ ജോലി കാണുമല്ലേ അവരവരുടെ വീട്ടിൽ. എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ കൊല്ലണതും മുറ്റം തൂക്കണതും ഒരുപോലെയാണ് കേട്ടോ. ഞാൻ ഏറ്റവും കൂടുതൽ ഒരുമാതിരി വിഷമിച്ച് ചെയ്യുന്നത് ഇതാണ്. പക്ഷേ ഞാൻ കസിൻസിൻ്റെ വീട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവർക്ക് മുറ്റമൊക്കെ കുറവാണ്. അപ്പോൾ എനിക്ക് ഭയങ്കരത്തിൽ ഇഷ്ടമാണ് മുറ്റം തൂക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ എൻ്റെ വീട്ടിൽ വരുമ്പോഴാണ് നിറയെ കണ്ടമാനം കിടക്കുന്നത് കൊണ്ടാവണം എനിക്ക് ഈ ജോലി ചെയ്യാൻ ഇഷ്ടമല്ല ഗൈസ്. നിങ്ങൾക്ക് ഇഷ്ടമാണോ?